ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, പരിശുദ്ധമായ വലിയ നോമ്പിലെ 34-ാം ദിവസമായ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എവൻഗേലിസ്ത എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ്. നമ്മുടെ കർത്താവ് ശബ്ബത്തിനെക്കുറിച്ച് പരീശന്മാരോടുകൂടി വാദിക്കുകയും കർത്താവ് മനുഷ്യപുത്രൻ ശബദിനും കർത്താവാകുന്നു എന്നും അവരോട് പറയുകയും ചെയ്തതിന് ശേഷം മറ്റൊരു ശബത്ത് ദിവസത്തിൽ ദേവാലയത്തിൽ ഉപദേശിക്കവേ വരണ്ട് കൈയുള്ള ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്ന അനുഭവം. ശബത്തിൽ നമ്മൾ ചെയ്യുവാനുള്ള ആചാരാനുഷ്ഠാനങ്ങളും അതോടൊപ്പം നന്മ പ്രവർത്തികളും ഒരുപോലെ ജീവിതത്തെ കൊണ്ടുപോവുക എന്നുള്ളത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു പഠിപ്പിക്കുന്ന മാർഗമാണ്. ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം നിൽക്കാതെ അതിൻ്റെ പ്രാവർത്തികമായ വശത്തെ വിലയിരുത്തി അതിനനുസരിച്ച് നന്മ പുറപ്പെടുവിക്കുന്ന, സൽഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന നല്ല വൃക്ഷങ്ങളായി തീരുവാൻ നമുക്ക് സാധ്യമാകണം. വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യമാക്കുന്നതിലൂടെ അവൻ്റെ നിർജീവമായ ഒരു അവസ്ഥയ്ക്ക് കർത്താവ് അവിടെ അവസാനം വരുത്തുകയാണ്. തുടർന്ന് അവനെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട്, അവൻ്റെ പാപരോഗത്തെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് അവനെ കൂടുതൽ പ്രാവർത്തികമാക്കുന്ന ജീവിതത്തിലേക്ക് കർത്താവ് കൈപിടിച്ച് കരയറ്റുകയാണ്. നമ്മുടെ നോമ്പും നമ്മുടെ വിശ്വാസവും നമ്മുടെ ഉപവാസവും എല്ലാം തന്നെ ഈ നിർജീവമായ അവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുന്ന ഘടകങ്ങളാക്കി മാറ്റുന്നതാണ്. അങ്ങനെ നമ്മൾ നിർജീവതയിൽ നിന്നും ജീവൻ്റെ അനുഭവത്തിലേക്ക് കടക്കുന്ന ഒരനുഗ്രഹീതമായ കാലഘട്ടമാണ് പരിശുദ്ധ നോമ്പ് എന്നത്. പരിശുദ്ധനായ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു: അതുകൊണ്ട് നിർജീവ പ്രവർത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിലുള്ള വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കുവാൻ ശ്രമിക്കുക എന്ന്. പക്വതയോടുകൂടി നമ്മുടെ ജീവിതത്തെ നോക്കിക്കണ്ട് നിർജീവമായ അവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാനാണ് പൗലോസ്ലീഹ അവിടെ എബ്രായരോട് പറയുന്നത്. നമ്മളോടും അതുതന്നെയാണ് പറയുന്നത്. നിർജീവമായ അവസ്ഥയിൽ നിന്ന് പുനരുജ്ജീവനിലൂടെ നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ സാക്ഷ്യമുള്ള മക്കളായി ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. ഈ നോമ്പ് അപ്രകാരം നമ്മുടെ ജീവിതത്തെ നിർജീവതയിൽ നിന്ന് പുനരുജ്ജീവിപ്പിക്കുന്ന അനുഭവമാക്കി മാറ്റട്ടെ. നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രവൃത്തിയും നിർജീവമല്ലാതെ ജീവൻ്റെ അനുഭവത്തിലായിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ നോമ്പിൽ നമ്മൾ ജീവിക്കുമ്പോൾ അപ്രകാരം നമ്മുടെ ജീവിതത്തിൻ്റെ വരണ്ട അവസ്ഥകളെയൊക്കെ മാറ്റി അനുഗ്രഹീതമായ നല്ല ഒരനുഭവം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.